മരണത്തിലും 7 പേർക്ക് ജീവന്റെ തുടുപ്പേകി മടക്കം. തൃശൂർ ആളൂർ ആനത്തടം സ്വദേശി ജോവിൻ രാജുവിന്റെ അവയവങ്ങൾ ഇനി 7 പേരിൽ തുടിക്കും. ജൂൺ 15-നുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ജോവിന് ഇന്നലെ പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ശ്യാം പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, നമുക്ക് 2 വികാരങ്ങൾ ഒരേ സമയം തോന്നുന്നൊരു വാർത്തയാണ് ഇത്. അതായത് ഒന്ന്, ഏറെ സങ്കടം തോന്നുന്നു ഒരാളുടെ വേർപാടിൽ. മറ്റൊന്ന്, അയാൾ ഇനിയും മറ്റു പലരിലൂടെയും ജീവിക്കുമല്ലോ എന്നറിയുമ്പോൾ ഉള്ള ഒരാശ്വാസമോ സംതൃപ്തിയോ, അല്ലേ? മോത്തി, തീർച്ചയായിട്ടും മോത്തി ഒടുവിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് തങ്ങളുടെ മകൻ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം ആ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് അവൻ്റെ അവയവങ്ങൾ മറ്റ് ആളുകളിലൂടെയെങ്കിലും ജീവിക്കട്ടെ എന്ന് അവർ ആ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം കേസോട്ടുകയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഈ ജൂവിൻ്റെ 7 അവയവങ്ങൾ ഇത്തരത്തിൽ പല ആളുകളിലായിട്ട് ഇനി തുടിക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എറണാകുളം ലിസി ആശുപത്രിയിലേക്കാണ് വൃക്ക, ഹൃദയം, പാൻക്രിയാസ് എന്നിവ നൽകുക. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കരളും, കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മറ്റൊരു വൃക്കയും, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഐ ബാങ്കിലേക്ക് 2 കോർണിയകളും കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 15-നായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. പോട്ട ഭാഗത്ത് വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിൽ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു. തുടർന്ന് ചാലക്കുടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ജുവിനെ മാറ്റിയെങ്കിലും പിന്നീട് രാജഗിരിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. രാജഗിരിയിൽ കൊണ്ടുവരുമ്പോൾ രക്തസ്രാവം വളരെ വലിയ രീതിയിൽ തന്നെ തലച്ചോറിനെ ബാധിച്ചിരുന്നു. ഡോക്ടർമാർ ചെയ്യാവുന്ന എല്ലാം ചെയ്തു നോക്കിയെങ്കിലും ഒടുവിലാണ് ഇക്കഴിഞ്ഞ 23-ന് ഇന്നലെ പുലർച്ചയോടുകൂടി ജുവിൻ്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് ഈ മുത്തശ്ശനും അമ്മയും ഒക്കെ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള പള്ളികളുടെയും മറ്റുമൊക്കെ കമ്മിറ്റികളിലും മറ്റുമൊക്കെ ഇരുന്ന ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ ഈ അവയവദാനങ്ങളും മറ്റും കൈമാറുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ട്. ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം തങ്ങളുടെ മകൻ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ആ മകൻ്റെ ഈ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായത്. സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള കുഞ്ഞിന്റെ കാര്യത്തിലും ഇത്തരത്തിലൊരു തീരുമാനം അവർക്ക് എടുക്കേണ്ടി വന്നു. എങ്കിലും അതൊരു നല്ല തീരുമാനമാണ്, മികച്ച തീരുമാനമാണ്. നമ്മൾ ദൂരെ നിന്ന് നോക്കുന്നവർക്ക് നല്ലതൊന്നും മികച്ചതൊന്നും ഒക്കെ പറയാൻ കഴിയുമെങ്കിലും എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ശ്യാം, ഏതായാലും നല്ലതുണ്ടാവട്ടെ.